നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ മാസത്തിൽ ചരിത്രപ്രധാനമായി ഇന്ത്യയെമ്പാടുമുള്ള ജനങ്ങൾക്കെല്ലാവർക്കും ചരിത്രപ്രധാനമായ ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുകയാണ്. വലിയൊരു എക്കണോമിക് മൂവ്. അതെ, തീർച്ചയായിട്ടും ഒരു വലിയൊരു സാമ്പത്തിക രംഗത്തെ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചരക്ക് സേവന നികുതി ഇന്ന് ആദ്യമായിട്ട് ഈ മാസം തൊട്ട് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. സാധാരണക്കാര് GST എന്ന ഓമന പേരിൽ വിളിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. കച്ചവടക്കാരെയാണ് പ്രധാനമായിട്ടും ഈ GST എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റം ബാധിക്കുന്നത്. അല്ലെങ്കിൽ ബാധിക്കുന്നത് എന്ന് പറയുന്നത് നല്ല രീതിയിലാണെങ്കിലും മോശം രീതിയിലാണെങ്കിലും ഒരിക്കലും മോശം അതിൽ ഉണ്ടാകുന്നില്ല. എന്നാൽ ഒരുപാട് ലാഭം ഉണ്ടാക്കിയിരുന്നവർക്ക് പലതരത്തിലുള്ള ചെറിയ ചെറിയ തട്ടിപ്പുകളൊക്കെ നടത്തി ലാഭം ഉണ്ടാക്കിയിരുന്നവർക്ക് ഒരുപക്ഷെ ഒരു തിരിച്ചടിയാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത്. GST എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു നികുതി പരിഷ്കാരം, ഒരു ടാക്സ് റിഫോം ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഒരുപാട് വർഷം ലോക്സഭയിലും രാജ്യസഭയിലും പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായി. അതിനുശേഷം അവസാനമാണ് ഇങ്ങനെ ജൂലൈ 1 ഇത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പലതരം റേഡിയോ ആഡ്സും ആഡുകളും എല്ലാം കണ്ടു കാണും. നമ്മൾ കൊടുക്കുന്ന ടാക്സ് എവിടെയെങ്കിലും അക്കൗണ്ട് ചെയ്യുക. ഇപ്പൊ എല്ലാവർക്കും പാൻ ഉള്ളത് കൊണ്ട് തന്നെ, പാൻ കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു വലിയ വിഷയം ഉണ്ടാകുന്നില്ല. എങ്കിൽ പോലും നമ്മൾ അധികമായി ടാക്സ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും ഈ ഫയലിങ്ങിലൂടെ നമുക്ക് അതിന്റെ റിട്ടേണുകൾ കിട്ടും. അപ്പം അതെ, നമ്മൾ എത്ര ഗുഡ്സിന് ടാക്സ് കൊടുക്കുന്നു എന്നുള്ളതും കൂടെ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള പലതരം ആപ്പുകൾ ഇനി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വളരെയധികം ട്രാൻസ്പാരന്റ് ആവുകയാണ്. ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് ഒരേ വിലയായിരിക്കും. അതായത് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് തമിഴ്നാട്ടിൽ പോയി വാങ്ങിക്കാം, അല്ലെങ്കിൽ ഡൽഹിയിൽ പോയി വാങ്ങിക്കാം, അവിടെ വിലക്കുറവായിരിക്കും, അങ്ങനെയൊന്നുമില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ വിലയ്ക്ക് ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുന്നു. അത് എന്ന് പറയുന്നത് ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് ഗുണവും, എന്നാൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചു കാലത്തേക്കെങ്കിലും അതിനൊരു നഷ്ടവും ഉണ്ടാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്തർ സംസ്ഥാന നികുതിയുണ്ട്. ഈ ഉണ്ടാക്കുന്ന സംസ്ഥാനത്തിന് വാങ്ങിക്കുന്ന സംസ്ഥാനം കൊടുക്കുന്ന നികുതി, ആ ഒരു നികുതി ഇല്ലാതാവുകയാണ് ഈ GST എന്ന് പറയുന്ന ഒറ്റൊരു നികുതി മാത്രമാകുന്നത് കൊണ്ട്. അപ്പോൾ കേരളത്തിലേക്ക് മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ, അത് ഗ്രോസറി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ, അത് കൊണ്ടുവരുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു ടാക്സ് തമിഴ്നാടിന്, അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി വാങ്ങുന്ന അല്ലെങ്കിൽ അരി വാങ്ങുന്ന ഒരു സംസ്ഥാനത്തിന് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് എന്ന് പറയുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ്. ആ ഒരു നഷ്ടം നികത്തുന്നതിന് വേണ്ടി 5 വർഷത്തേക്ക് കേന്ദ്ര ഗവൺമെന്റ് ഈ നഷ്ടം നികത്താമെന്ന് ഈ പുതിയ GST ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവർക്ക് ആദ്യത്തെ 3 വർഷം ഇങ്ങനെ ഉണ്ടാകുന്ന നഷ്ടം 100% കേന്ദ്ര ഗവൺമെന്റ് നികത്തുന്നതായിരിക്കും. പിന്നീട് വരുന്ന ഓരോ വർഷവും അടുത്ത ഒരു വർഷത്തേക്ക് 75% നഷ്ടം കേന്ദ്ര ഗവൺമെന്റ് നികത്തുന്നതായിരിക്കും. പിന്നീട് 5ാമത്തെ വർഷം 50% നികത്തുന്നതായിരിക്കും. അപ്പോഴേക്കും ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള നഷ്ടങ്ങളെല്ലാം സ്വയം നികത്താൻ പറ്റുന്ന ഒരു സ്വയം പര്യാപ്തത സംസ്ഥാനങ്ങൾ എത്തിച്ചേരേണ്ടതുണ്ട് എന്നാണ് GST നടപ്പാക്കി കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അതെ. അപ്പം GSTയുടെ പലതരം സ്ലാബുകളുണ്ട്. 5, 12, 28 എന്നുള്ള സ്ലാബുകളും എല്ലാം നമുക്ക് കൂടുതൽ പറഞ്ഞു പോകാം. അതിന് മുൻപായിട്ട് ആദ്യത്തെ സെഗ്മെന്റ് കണ്ടിട്ട് വരാം അല്ലേ? ആദ്യ സെഗ്മെന്റ്. നമസ്കാരം, എൻ്റെ പേര് സുനിത സതീഷ്. കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ നൃത്യശ്രീ എന്ന നൃത്ത സ്ഥാപനം നടത്തുന്നു. ഇവിടെ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഫോക്ക് ഡാൻസ് തുടങ്ങിയ വിവിധ ഇന്ത്യൻ നൃത്തങ്ങൾ പരിശീലിപ്പിക്കുന്നു. Ya tei tei 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 tei
തെയ് തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ് തെയ്യും തത് തത് തെയ്യും താഹ 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 തെയ്യും തത് തത് തെയ് തെയ് ദിരി തെയ് തെയ്യും തത് തത്. ഞാൻ കലാക്ഷേത്ര വിലാസിനിയുടെ രണ്ടാമത്തെ പുത്രിയാണ്. കലാക്ഷേത്ര ശൈലിയിലുള്ള ഭരതനാട്യം കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന മുഖ്യ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ. അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ നൃത്തത്തിൻ്റെ മാത്രം ലോകത്തായിരുന്നു ഞങ്ങളുടെ വീടെന്ന് പറയാം. എപ്പോഴും ചിലങ്കയുടെ ഒച്ചയും നൃത്തത്തിൻ്റെ ശബ്ദമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ നൃത്തം കണ്ട് വളരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നൃത്തരംഗത്തേക്ക് കടന്നു വരാൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. അത് തന്നെ ഉത്തരമാണ്. 3 വയസ്സ് മുതൽ ശരിക്കും പറഞ്ഞാൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങി. അതായത് ചെറിയ നാടോടി നൃത്തം അങ്ങനെ. പിന്നെ ഒരു 5-6 വയസ്സായപ്പം ഭരതനാട്യം പഠിച്ചു തുടങ്ങി. ഭരതനാട്യം അമ്മ തന്നെ ഗുരു. പിന്നെ മോഹിനിയാട്ടം ആദ്യം രമണി എന്ന് പറഞ്ഞ ടീച്ചറാണ്, കലാമണ്ഡലം കല്യാണിയമ്മയുടെ സ്റ്റുഡൻറ്റ്. പിന്നെ കലാമണ്ഡലം കല്യാണിയമ്മയുടെ മകളായ ശ്രീദേവി രാജനാണ് മോഹിനിയാട്ടത്തിൽ ഗുരു. അത് കഴിഞ്ഞ് കുച്ചിപ്പിടി ചന്ദ്രിക കുറുപ്പ് എന്നാണ് നൃത്ത അധ്യാപികയാണ്. പിന്നെ സ്കൂൾ കലോത്സവങ്ങളിലും യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലും എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സമ്മാനങ്ങൾ വാങ്ങിച്ച് 89-ൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കലാതിലകമായിരുന്നു. അതിന് മുമ്പിലത്തെ 2 വർഷം ചേച്ചി ശൈലജ കലാതിലകം ആയിരുന്നു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ. അത് കഴിഞ്ഞ് ആദ്യം ഞാൻ BCom ആയിരുന്നു. സെൻറ്റ് തെരേസാസിൽ 1ാം ക്ലാസ് മുതൽ BCom വരെ സെൻറ്റ് തെരേസാസിൽ തന്നെയായിരുന്നു പഠനം. അവിടെ നമുക്ക് നൃത്തത്തിനും എല്ലാത്തിനും നല്ല പ്രോത്സാഹനം ആയതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ സെൻറ്റ് തെരേസാസിൽ തന്നെ തുടരുമായിരുന്നു. BCom കഴിഞ്ഞ് ഞാൻ ശരിക്കും പിന്നെ CAക്ക് കുറച്ച് നാൾ ചേർന്നായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് മക്കളതിന് ശേഷമാണ് BA നൃത്തം, BA മോഹിനിയാട്ടം, MA മോഹിനിയാട്ടം ചെയ്ത്. പിന്നെ വീട്ടിലെല്ലാവരും പ്രത്യേകിച്ച് ഭർത്താവ് സതീഷ് സാർ നായർ അഡ്വക്കേറ്റ് വളരെ സപ്പോർട്ടീവാണ്. ആദ്യം ഡിപ്ലോമ മാത്രമേ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ നൃത്തത്തിന്. അതുകൊണ്ട് ഒരു ഡിഗ്രി സമ്പാദിക്കുക എന്നുള്ളതുകൊണ്ടാണ് BComന് ചേർന്നത്. അതിനുശേഷം ആദ്യത്തെ ബാച്ച് RLVയിൽ ഡിഗ്രി ഡാൻസ് വന്നപ്പോൾ അതിന് ചേരുകയായിരുന്നു. പിന്നെ MA മോഹിനിയാട്ടം കാലടി സർവകലാശാലയിൽ നിന്നെടുത്ത് PhD രജിസ്റ്റർ ചെയ്ത് അത് ശരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മുടെ മസ്കറ്റിലെ ഇന്ത്യൻ സ്കൂളിൽ നൃത്ത അധ്യാപികയായിട്ട് ഞാൻ ഒരു 6 വർഷം അവിടെ ജോലി നോക്കുകയുണ്ടായി. അതുകൊണ്ട് ആ റിസർച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ കോലഞ്ചേരി കടയിരിപ്പ് സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിൽ നൃത്ത അധ്യാപിക കൂടിയാണ്. വേദികൾ എന്ന് പറയുമ്പോൾ കൊച്ചിലെയൊക്കെ കലാതിലകം കിട്ടിയ സമയത്തൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിരുന്നു, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. പിന്നെ റഷ്യയിലെ ഭാരതോത്സവത്തിൽ ഇന്ത്യൻ യൂത്ത് ടീം പ്രതിനിധീകരിച്ച് നൃത്തം അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അത് ഗവൺമെൻറ് സ്പോൺസേഡ് പ്രോഗ്രാമായിരുന്നു. കംപ്ലീറ്റ് ചിലവ് ഗവൺമെൻറ്റിൻ്റെ വകയായിട്ട് ഞാനും ചേച്ചിയും ആ ടീമിലുണ്ടായിരുന്നു. താരാ കല്യാൺ, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജയപ്രഭ, ഇപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു ജയപ്രഭ മേനോൻ മോഹിനിയാട്ടം നടത്തുകയാണ്. അങ്ങനെ ഞങ്ങൾ 4-5 പേര് യൂത്ത് ടീമിൽ അങ്ങനെ ഭാരതോത്സവത്തിൽ റഷ്യയിൽ നൃത്തം അവതരിപ്പിക്കാൻ ഉള്ള ഭാഗ്യമുണ്ടായി. കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ പിന്തുണയോടെ അഷ്ടപതി എന്ന ഫുൾ ടെക്സ്റ്റ് മോഹിനിയാട്ട ശൈലിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അഷ്ടപതി ലയലാസ്യം എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്, ആ പ്രോഗ്രാം ചെയ്ത പേര്. മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് അതിൻ്റെ പെർഫോമൻസ് നടന്നത്. അഷ്ടപതി ലയലാസ്യത്തിന് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് ലഭിച്ചു. കലാതിലകം കിട്ടിയ സമയത്ത് സിനിമകളിൽ നിന്ന് ഓഫർ ലഭിച്ചു എങ്കിലും അതിനുമായിട്ട് ഒരു താല്പര്യം തോന്നിയില്ല. ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ കലാതിലകം കിട്ടുകയെന്ന് വെച്ചാൽ എക്സ്പോഷർ, അതുവഴി സിനിമാ ലോകമാണ് എല്ലാവരുടെയും സ്വപ്നം. പക്ഷേ എനിക്കും ഒക്കെ അങ്ങനെ ഒരു എയിമില്ലായിരുന്നു.
എന്താ വെച്ചാൽ വീട്ടിൽ എപ്പോഴും നൃത്തമായിരുന്നു. അങ്ങനെ നൃത്തം എപ്പോഴും അഭ്യസിച്ച് നൃത്തം കളിച്ച് നമ്മൾ അതിൻ്റെ കൂടെ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് പ്രൈസ് ലഭിച്ചു എന്നല്ലാതെ അതുവഴി ഒരു എക്സ്പോഷർ ആഗ്രഹം തോന്നിയിട്ടില്ല. ഫാമിലി സപ്പോർട്ട് അച്ഛൻ PS മുരളീധരൻ നായർ മാർക്കറ്റിംഗ് ഫീൽഡിലായിരുന്നു. പക്ഷേ അമ്മയ്ക്കും ഞങ്ങൾക്കും ഒക്കെ ഫുൾ പിന്തുണ അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും ഫുൾ സപ്പോർട്ട് എനിക്ക് ലഭിച്ചു. അതൊരു വലിയ ഭാഗ്യമായി കരുതുന്നു. ഫ്യൂച്ചർ പ്ലാൻസ് നല്ല കുറേ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുക. നൃത്തം കളിക്കുന്നതിനെക്കാട്ടിൽ എനിക്ക് സന്തോഷം നൃത്തം പഠിപ്പിച്ച് കുട്ടികൾ നന്നായി കളിക്കുന്നത് കാണുമ്പോൾ അതാണ് ഒരു സന്തോഷം. നല്ലൊരു നൃത്ത സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടുപോവുക, അതാണ് ഒരു ആഗ്രഹം. പുതിയ തലമുറ എന്താ വെച്ചാൽ പാരൻസാണ്, പ്രത്യേകിച്ച് പാരൻസിനോടാണ് പറയാനുള്ളത്. എന്താ വെച്ചാൽ ഇപ്പം നൃത്തം പഠിപ്പിക്കുക എന്നുള്ള ക്യാപ്സ്യൂൾ രീതിയിലാണ് ഇപ്പം എല്ലാവരും കാണുന്നത്. പെട്ടെന്ന് ഓടി വന്ന് ഒരു മോഹിനിയാട്ടം, ഒരു കുച്ചിപ്പുടി, ഒരു ഭരതനാട്യ ഐറ്റം എന്ന് പറയുന്ന, അതായത് പെട്ടെന്ന് ഒരു പ്രൈസ് മേടിക്കുക, അതേ ഉള്ളൂ മിക്ക പാരൻസിൻ്റെയും ഒരു ആഗ്രഹം. അതല്ലാതെ ഏത് ഭരതനാട്യമാണെങ്കിലും മോഹിനിയാട്ടമാണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറ നല്ലവണ്ണം പഠിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കി അത് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.